ചെയ്ത ക്രൂരകൃത്യത്തിനെതിരെ വളരെ ശക്തമായിട്ട് തന്നെ കേരള ജനത എല്ലാവരും നിൽക്കുന്നുണ്ട്. ആ ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടുവാൻ വേണ്ടി എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട്. ആ ഒരു പെൺകുട്ടി ഇപ്പൊ അവരുടെ വീട്ടിൽ വെച്ച് ന്യൂസ് 18 കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ദേവദാസിന്റെ അടുത്ത് എത്തിപ്പെട്ടതും അവിടെ നിന്നുണ്ടായ ചതിയെ കുറിച്ചിട്ടൊക്കെ ഒന്ന് കേട്ടു നോക്കാം. എന്തായാലും ഇതൊക്കെ കേൾക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളെ മക്കളൊക്കെ എവിടെയെങ്കിലൊക്കെ ജോലിക്ക് കയറുന്ന സമയത്ത് ഒരു മുൻകരുതൽ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ എടുക്കാൻ കഴിയും. എന്താണ് ഈ ചാടണം എന്നൊരു തീരുമാനം? അത് തൽക്കാലം അവിടെ നിന്നൊന്ന് രക്ഷപ്പെടണം എന്നുള്ളത് കൊണ്ടാണോ? ഒന്നും തീരുമാനിക്കാതെ അങ്ങ് ചാടുകയായിരുന്നു? അയാളിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു? എല്ലാ സമയത്തും എല്ലാവരും പറയും അയാൾ അങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്തുകൂടെ, എന്തിനാ അത് ചെയ്യാൻ നിന്നെ. പറയുന്നവർക്ക് അങ്ങനെ പറയാം. പക്ഷെ ആ ഒരു അവസ്ഥ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തളർന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ കരഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു കരച്ചിൽ ഇപ്പോഴും ഞങ്ങളെ ഹൃദയത്തിന്റെ അകത്ത് കിടക്കുന്നുണ്ട്. ആ ഒരു ബഹളം